പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കടുത്ത വിമർശനമുന്നയിച്ച് കോൺഗ്രസ് രംഗത്ത്. 2027 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ പ്രധാനമന്ത്രി മോദി രാമക്ഷേത്ര വിഷയം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി തന്നെ ഉപയോഗിക്കുകയാണ് എന്ന കടുത്ത ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസ് ആകട്ടെ രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്തി പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാനുള്ള വ്യക്തമായ ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. മാത്രമല്ല, അടുത്ത തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് BJPയെ തളർത്താനുള്ള വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായിരിക്കാം ഈ പ്രസ്താവനയെന്നും കണക്കാക്കേണ്ടി വരുന്നതായും വിലയിരുത്തുന്നുണ്ട്. 10 വർഷമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന പാർട്ടിയുടെ അമർഷമാകാം ഇപ്പോൾ കോൺഗ്രസ് ഇതിലൂടെ പുറത്തെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം അയോധ്യ രാമക്ഷേത്രത്തിൽ നടന്ന പതാക ഉയർത്തൽ ചടങ്ങിനെതിരെയാണ് ഇപ്പോൾ രൂക്ഷ വിമർശനം അഴിച്ചുവിട്ട് കോൺഗ്രസ് രംഗത്ത് വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ രാഷ്ട്രീയ നേട്ടത്തിനായി തന്നെ മതവികാരം ഉയർത്തുകയാണ് എന്ന് കോൺഗ്രസ് MP കൂടിയായ റാഷിദ് ആൽവി കുറ്റപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. 2027 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്ര വിഷയം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി തന്നെ ഉപയോഗിക്കുകയാണ് എന്നതാണ് ആരോപണം. നരേന്ദ്രമോദി ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് മതേതരത്വത്തെക്കുറിച്ച് പഠിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഭരണഘടന പ്രകാരം ഈ രാജ്യത്ത് മതമില്ല, പിന്നെ എന്തിനാണ് പ്രധാനമന്ത്രി രാമക്ഷേത്രത്തിലെ പതാക ഉയർത്തുന്നതെന്നും ഒരു മസ്ജിദിലോ ക്രിസ്ത്യൻ പള്ളിയിലോ ഗുരുദ്വാരയിലോ മോദി ഇങ്ങനെ ചെയ്യുമോ എന്നും ഇത് രാഷ്ട്രീയ നേട്ടത്തിനുള്ള പതാക ഉയർത്തലാണ് എന്നതാണ് കോൺഗ്രസ് നേതാവ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഈ വിഷയത്തിൽ തന്നെ കടുത്ത ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമാജ്വാദി പാർട്ടി നേതാവ് രംഗത്ത് വന്നത്. ഇന്ത്യ മതപരമായ രാഷ്ട്രമല്ല, ഭരണഘടനാപരവും ജനാധിപത്യപരവുമായ രാജ്യമാണ്. ഒരു പ്രത്യേക മതത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് രാജ്യത്തിന് ഗുണം ചെയ്യില്ല എന്നും അയോധ്യയിൽ പ്രധാനമന്ത്രി കാവ്യ പതാക ഉയർത്തിയതിനെതിരെയാണ് സമാജ്വാദി പാർട്ടി MP ആയ സിയാവുർ റഹ്മാൻ രംഗത്ത് വന്നത്. കടുത്ത വിമർശനമായിരുന്നു അഴിച്ചുവിട്ടതും. പ്രധാനമന്ത്രി, രാഷ്ട്രപതി, മുഖ്യമന്ത്രി തുടങ്ങിയ ഭരണഘടനാ പദവികൾ വഹിക്കുന്നവർക്ക് എല്ലാ മതങ്ങളെയും സമൂഹങ്ങളെയും ഒരേപോലെ തന്നെ ബഹുമാനിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഒരു പ്രത്യേക മതത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് രാജ്യത്തിന് ഗുണം ചെയ്യില്ല എന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സ്വന്തം താല്പര്യങ്ങൾ മനസ്സിലാക്കണമെന്നും മതം എല്ലാവർക്കും പ്രധാനമാണ് എന്നും എന്നാൽ രാജ്യത്തിന്റെ നേതൃത്വം എല്ലാ മതങ്ങളെയും എല്ലാ സമൂഹങ്ങളെയും ഒപ്പം കൊണ്ടുപോകുമ്പോൾ മാത്രമേ രാജ്യം ശക്തമാകൂ എന്നും പള്ളികൾ നിർമ്മിക്കുന്നത് മുസ്ലിങ്ങളുടെ മതപരവും ഭരണഘടനാപരവുമായ അവകാശമാണ് എന്നതാണ് ഇതിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രാർത്ഥനകൾ പൂർണ്ണമായി നിർവഹിക്കാൻ കഴിയുന്ന ആവശ്യമുള്ളിടത്തെല്ലാം തന്നെ പള്ളികൾ നിർമ്മിക്കാമെന്നായിരുന്നു സിയാവുർ റഹ്മാന്റെ കടുത്ത ആരോപണം പുറത്തു വന്നത്. അതേസമയം ചടങ്ങിന് മുന്നോടിയായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ രാംലല്ലയെ സന്ദർശിക്കുകയും രാം ദർബാറിൽ പ്രാർത്ഥന നടത്തുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം മോഹൻ ഭഗവത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരും പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്നു. ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായതിന്റെ അടയാളമായിട്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും RSS മേധാവിയായ മോഹൻ ഭഗവത്തും ചേർന്നുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ മുകളിൽ കാവ്യ പതാക ഉയർത്തിയത്. 10 അടി ഉയരവും 20 അടി നീളവുമുള്ള ത്രികോണ ആകൃതിയിലുള്ള പതാക ശ്രീരാമന്റെ മഹത്വത്തെയും വീര്യത്തെയും പ്രകീർത്തിപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ജയ് ശ്രീറാം എന്ന വിളി അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞ സമയമായിരുന്നു പതാക ഉയർത്തിയതും. ഇന്ന് ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തിന്റെ ദിവസമാണ്. ഈ പതാക ഉയർത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതായത് മോദിയോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നതായി തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ വേളയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.